കേട്ടത് നിന്റെ ശബ്ദം തന്നെയല്ലേ? ആ, അതൂടെ കള്ളം പറ അല്ലാന്ന്. എന്താ വക്കീലേ, ഇങ്ങനെയുള്ള കേസൊക്കെയാണോ എടുക്കുന്നത്? സ്റ്റെപ്പിന് പോവാം. ഇനി കൂടുതലൊന്നും പറയാനില്ല യുവർ ഓണർ. സാധാരണ പെൺകുട്ടികൾ പോകാത്ത വഴിയിലൂടെയാണ് എന്റെ എതിർകക്ഷി സഞ്ചരിച്ചിരിക്കുന്നത്. അനിരുദ്ധന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ട് അയാളോട് 1% പോലും നീതി പുലർത്തിയിട്ടില്ല, ആത്മാർത്ഥത കാണിച്ചിട്ടില്ല അനാമിക എന്ന പെൺകുട്ടി. ആയതിനാൽ എന്റെ കക്ഷിയും അനാമികയും തമ്മിലുള്ള വിവാഹബന്ധം നിയമപരമായി വേർപെടുത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗവുമില്ല. ജീവിക്കാൻ മാർഗമില്ലെന്ന് കരുതി ആൾക്കാരെ പറ്റിക്കാൻ നടക്കുവാണോ? ഡോ, താനൊന്ന് എഴുന്നേറ്റേ. തനിക്കിതാണോടോ പണി? മക്കളെ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് അവരെ കൊണ്ട് ജീവിക്കാമെന്നാണോ താൻ കരുതിയിരിക്കുന്നത്? തന്റെ കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള ഉപാധിയാണോ തന്റെ മകള്? അയ്യോ, ഞാൻ കൂടുതലൊന്നും പറയണ്ട. അനിരുദ്ധന്റെ നിരപരാധിത്വം ഇതിനോടകം ഈ കോടതിക്ക് ബോധ്യമായിട്ടുള്ളതാണ്. എന്നിട്ടും അനാമിക ഒരു പെൺകുട്ടിയാണെന്ന പരിഗണന വെച്ചിട്ടാണ് കോടതി ഇത്രയും നാൾ ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത്. ഇനി ഈ കേസിൽ വാദം കേൾക്കാൻ കോടതിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അനിരുദ്ധനും അനാമികയ്ക്കും 2 വഴിക്ക് പോകാം. അതിന് ഈ കോടതി അനുമതി നൽകിയിരിക്കുന്നു. അയ്യോ മാഡം, ഒന്നും പറയണ്ട. പെണ്ണിന് നീതി കിട്ടണമെങ്കിൽ അവൾ പെണ്ണായിരിക്കണം. അവളുടെ ഭാഗത്ത് ഒരു ശരിയെങ്കിലും വേണം. നഷ്ടപരിഹാരം കിട്ടുന്ന തുകയും കൊണ്ട് കാമുകനൊപ്പം വിദേശത്ത് പോവാൻ നിൽക്കുന്ന തന്റെ മകളോട് കോടതി കനിയണമല്ലേ? അതിനുള്ളതല്ല കോടതി. അതാദ്യം മനസ്സിലാക്കിക്കോ. അടുത്ത കേസ് വിളിക്ക്. നീ നരസിംഹ സാറിന്റെ കൊച്ചുമോൻ തന്നെയാ നവീനെ. കീപ് ഇറ്റ് അപ്പ്. അനിരുദ്ധ്, അതെ, കാശുണ്ടായിട്ട് കാര്യമില്ല. പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോ അവരെക്കുറിച്ച് അല്പമെങ്കിലും അന്വേഷിക്കണം, അറിഞ്ഞിരിക്കണം.